ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രത്തിന് ശിക്ഷ കിട്ടുവാണ്. അങ്ങനെ കല്യാണി തന്നെ വിക്രത്തിന് ആ ഒരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പണി തന്നെയാണ് വിക്രത്തിന് കിട്ടുന്നത്. ഇനി അടുത്തത് കിട്ടാനുള്ളത് രാഹുലിനെയാണ്. രാഹുലിനും ഒരു വിധമൊക്കെ കിട്ടിക്കഴിഞ്ഞു. ഷോക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഇനിയുള്ളത് ആകെ സരയുമാണ്. അതെ, സരയും ആ വലിയൊരു സത്യം തിരിച്ചറിയാണ്. തൻ്റെ ആരുമല്ല ഷാരി എന്നുള്ള സത്യം, തൻ്റെ അമ്മ എന്ന് പറഞ്ഞത് താരയാണെന്ന് സരയു തന്നെ മനസ്സിലാക്കാണ്. അത് ഈ ലോകത്ത് ആര് പറഞ്ഞാലും സരയു വിശ്വസിക്കില്ല. പക്ഷേ മനോഹറും അതുപോലെ തന്നെ തൻ്റെ അച്ഛൻ്റെ വായിൽ നിന്ന് ഈ സത്യം അറിഞ്ഞാൽ സരയു തീർച്ചയായിട്ടും വിശ്വസിക്കും. രാഹുൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ താര രാഹുലിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വേറൊന്നല്ല, ഇങ്ങനെ കിടക്കുമല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും താര വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിടുവാണ്. എൻ്റെ മകളെ എനിക്ക് വേണം, എൻ്റെ മകളുടെ സത്യങ്ങളല്ല ഈ നിങ്ങൾ തന്നെ പറയണം. എൻ്റെ മകളെ എനിക്ക് എന്തായാലും എനിക്ക് ചെറുപ്പത്തിൽ എനിക്ക് അവളെ താലോലിക്കാനും സ്നേഹിക്കാനും പറ്റിയില്ല. ഇനിയെങ്കിലും എൻ്റെ മകളെ സ്നേഹിക്കണം, മകൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ താര ആഗ്രഹം പറയുമ്പോൾ ആദ്യം ഒന്നും രാഹുലൊന്നും മിണ്ടില്ല. പിന്നെ രാഹുൽ അവിടെ ഇവിടെയും ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം പറയുവാണ്, അതേടി സരയു നിൻ്റെ മകൾ തന്നെയാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്യടി എന്നൊക്കെ പറയുവാണ്. ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്നൊക്കെ പറയാണ്. നീ ഒരിക്കലും എൻ്റെ മകളെ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയില്ലടി എന്നൊക്കെ പറയാണ്. ശരിയാ, ഷാരിക്കുണ്ടായ കുഞ്ഞ് ജീവനോടെ ഇല്ലായിരുന്നില്ല. ആ സമയത്ത് നിന്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല സരയുവിനെ എടുത്തോണ്ടത്, ഏതെങ്കിലും ഒരു അനാഥ കുഞ്ഞ്, അത്രേ ഉദ്ദേശിച്ചുള്ളൂ എന്നൊക്കെ രാഹുലിൻ്റെ വായിന്ന് പഴയ കഥകളൊക്കെ പറയുവാട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ സരയു അവിടെ തന്നെ നിൽപ്പുണ്ട്. അങ്ങനെ സരയു സത്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്, തൻ്റെ അമ്മ താരയാണെന്നുള്ള സത്യം. പിന്നീടുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ മനോഹർ തന്നെ സത്യം, അതായത് രാഹുലിനോട് ദേഷ്യത്തിൽ മനോഹർ സത്യങ്ങളൊക്കെ സരയുവിനോട് പറയുന്ന ഭാഗവും കാണാം. എന്തായാലും രാഹുലിൻ്റെ വായന അല്ലെങ്കിൽ മനോഹറിൻ്റെ വായന തന്നെയാണ് സരയു സത്യങ്ങൾ അറിയാൻ പോണത്. ഇനി സരയുടെ ഭാഗം മാത്രമേ കാണിക്കാനുള്ളൂ, ബാക്കിയുള്ളവർക്ക് അതൊക്കെ പതുക്കെ പതുക്കെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.